നമ്മൾ ഈ വീഡിയോ കൊല്ലം മണ്ഡലമാണ് അനലൈസ് ചെയ്യുന്നത്. കൊല്ലം കോർപ്പറേഷൻ 2 പഞ്ചായത്തോട് ചേരുന്നതാണ് കൊല്ലം മണ്ഡലം. അപ്പോൾ അത് ടോട്ടൽ 3 ലോക്കൽ ബോഡീസ്. അതിൻ്റെ വോട്ട് ഷെയർ നോക്കിക്കഴിഞ്ഞാൽ LDF 39,000 വോട്ടുള്ളപ്പോൾ UDF 35,000 വോട്ടുള്ളൂ. 37% വോട്ട് LDF, 34% UDF. NDA 23%, 24,000 വോട്ടുണ്ട്. NDAക്ക് ഒരു പ്രസൻസ് ഉണ്ട് അവിടെ. നല്ല സ്വതന്ത്രർ 5,000 പേര്. മെമ്പർമാർ നോക്കിയാൽ LDF 22 പേര്, UDF 21 പേര്, NDA 11, അതേഴ്സ് 2. അങ്ങനെ കൊല്ലം കോർപ്പറേഷനിൽ LDF ഒരു സ്ലൈറ്റ് എഡ്ജ് ഉണ്ട്. 3,000-4,000 വോട്ട് വ്യത്യാസമുള്ളപ്പോൾ ആരാ മത്സരിക്കുന്നതെന്നും കൂടെ നോക്കാം. മുകേഷ്, സിനിമയുടെ മുകേഷിൻ ജയിച്ച മണ്ഡലമാണ്. ബിന്ദു കൃഷ്ണയാണ് തോപ്പിച്ചത്. മുകേഷിന്റെ 2014 പോലെ സിറ്റിംഗ് ആണ് അദ്ദേഹം. പക്ഷെ അതേസമയം കോൺഗ്രസ് സൂരജ് രവി അത് ബിന്ദു കൃഷ്ണ വന്നപ്പോൾ നല്ലപോലെ വോട്ട് കൂടി ചെറിയൊരു മാർജിനിൽ തോറ്റുപോയി. 2,000 വോട്ടിന് തോറ്റുപോയി. ഇപ്പം LDF ഇത്തവണ S. ജയമോഹനാണ് സ്ഥാനാർത്ഥി. UDF ബിന്ദു കൃഷ്ണനാണ് സ്ഥാനാർത്ഥി. NDA ഡോക്ടർ പ്രതാപ് കുമാറാണ് BJP സ്ഥാനാർത്ഥി. ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ 4,000-5,000 വോട്ടിന്റെ വ്യത്യാസത്തിൽ LDF എന്ന് പറയുന്നത് എന്തായാലും UDF കവർ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ട്രെൻഡ്. അങ്ങനെയാണ്. പിന്നെ ബിന്ദു കൃഷ്ണ കഴിഞ്ഞ തവണ നല്ലപോലെ വോട്ട് പിടിച്ചു. നാച്ചുറലി ബിന്ദു കൃഷ്ണ ജയിക്കുമെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. ബിന്ദു കൃഷ്ണ ഒരു ഈസി മാർജിനിൽ, കൺവിൻസിങ് മാർജിനിൽ തന്നെ ജയിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതേപോലെ NDAയുടെ വോട്ട് ഷെയർ നല്ലപോലെ കൂടും. അത് ടൈറ്റായിട്ട് തേർഡായിരുന്നു, ചെറിയൊരു മാർജിൻ തേർഡെത്തു. അപ്പോൾ ഫസ്റ്റ് UDF, സെക്കൻഡ് LDF, തേർഡ് BJP തന്നെയാണ് ഞാൻ അനലൈസ് ചെയ്യുന്നത്.